ആര്യ, ഞാനിപ്പോൾ ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ആ കല്ലുകൾക്ക് ഇടയിലൂടെയാണ് നടന്ന് ഇവിടം വരെ എത്തിയത്. ദുഷ്കരമായ യാത്രയാണ്, പക്ഷേ വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ഇന്ത്യൻ ആർമിയുടെ സൈനികർ ഇവിടെ പരിശോധന സെർച്ച് നടത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത്. കടാവർ ഡോഗിനെ അടക്കം കൊണ്ടുവന്നാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. നമ്മളിപ്പം ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ രാഹുൽ ചേരുന്നുണ്ട്. Sir, how is the rescue operations going on? We are still underway in our rescue operations. The Indian Army, SOG, and the civilian volunteers. We are still scraping, and we are still trying to find if there is any mortal remains. The climate is Climate is, it's fine. When it rains, it becomes difficult to move and carry out our work, but we are doing it. our dog also with. Yeah, we have a dog squad with us, and they have been really helpful. Yesterday, with the help of dog squad, we could retrieve 2 mortal remains. Here, the rescue operations are over. No, it's still going on. Nothing is over here. Okay, thank you. അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഒരു ചോദ്യമേ ചോദിക്കാവൂ, അവർ മീഡിയ സ്പോക്സ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ പറയാൻ തയ്യാറായിട്ടുണ്ട്. അവരെ മുകളിൽ നിന്ന്, അതായത് ഇതിന് തൊട്ടു മുകളിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതിന് തൊട്ടു മുകളിലാണ് പ്രഭവ കേന്ദ്രം. ഇതിന് താഴെ നമുക്ക് കാണാം വീടുകളുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് വീടുകൾ നശിച്ചുപോയി. ഇവിടെ ഇപ്പോൾ ഈ വശത്ത് വീടുകൾ കാണുന്നുണ്ട്. പൊളിയാത്ത വീടുകളുണ്ട്, പൊളിഞ്ഞ വീടുകളുണ്ട്. ഇവിടെ അടുത്തടുത്ത് വീടുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിന് മുകളിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്ന ആർമി ആൾക്കാരെ മുഴുവൻ ഇവിടേക്ക് വിളിച്ച് അവരെ ലൈനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അടുത്ത ഘട്ട ഓപ്പറേഷൻസിന് നിർദ്ദേശം കൊടുക്കാനാണ് ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം മേൽനോട്ടത്തിലാണ് ഈ സുരക്ഷാ സേനയുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നത്.